ഹായ് എവ്രിവൺ. അപ്പോ ഇന്ന് നമ്മൾ സാഫ് സഫായി മി അവൽ ഗാവ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യഹാ ഗാവ് വാലും കി കോൺ സി മനോദശ പ്രകട് ഹോത്തി ഹെ എന്നുള്ളതാണ്. അപ്പം ഇവിടെ എന്താണ് ഗ്രാമവാസികളുടെ എന്ത് തരം മനോഭാവമാണ് അല്ലെങ്കിൽ അവരുടെ എന്ത് തരം ചിന്താഗതിയാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ ആൻസർ നോക്കാം നമുക്ക്. യഹാ ഗാവ് വാലോं की स्वच्छता के प्रति जागरूकता और जिम्मेदारी की भावना प्रकट होती है. ഇവിടെ എന്താണ് പ്രകടമാകുന്നത്? ഗാവ് വാലോं की ഗ്രാമവാസികളുടെ സ്വച്ഛത കി പ്രതി, അതായത് അവിടുത്തെ വൃത്തിയെ പ്രതിയുള്ള, സ്വച്ഛത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തി, ക്ലെൻലിനെസ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ജാഗരൂകത ഓർ ജിമ്മെദാരി, ജാഗരൂകത എന്ന് വെച്ചാൽ മലയാളത്തിലും ജാഗരൂകത എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ജിമ്മെദാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വം ആണ് പ്രകടമാകുന്നത്. ഇവിടെ ഗ്രാമവാസികളുടെ എന്താണ് വൃത്തിയെ പ്രതിയുള്ള ജാഗരൂകതയും അതുപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്വ ബോധവുമാണ് പ്രകടമാകുന്നത്. वे सफाई के लिए സർക്കാർ യാ പ്രശാസൻ പർ നിർഭർ നഹി രഹത്തെ. അവരെന്താണ് ഈ ഗ്രാമം വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് സർക്കാരിനെയോ അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. നിർഭർ നഹി രഹത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഗ്രാമം എന്താണ് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവര് സർക്കാരിനെ ആശ്രയിക്കുന്നില്ല. ബൽക്കി ഖുദ് അപ്നി ജിമ്മെദാരി സമജ്കർ കാം കർത്തെ ഹെ. ബൽക്കി എന്ന് പറയുമ്പോൾ മറിച്ച് അവരെന്താണ് ചെയ്യുന്നത്? ഖുദ് അപ്നി ജിമ്മെദാരി സമജ്കർ, ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം, സ്വയം തന്നെ അവരുടേതായ രീതിയിൽ ആ ഉത്തരവാദിത്വം സമജ്കർ മനസ്സിലാക്കിയിട്ട് എന്താണ് കാം കർത്തെ ഹെ, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവൻ മേ നിരോഗ് രഹനെ കെ ലിയെ സഫായി കെ അലാവ ക്യാ ക്യാ ഉപായ് ഹെ. ജീവിതത്തില് നിരോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം ഇല്ലാതെ ജീവിക്കാനായിട്ട് സഫായി അല്ലാതെ, സഫായിക്ക് അലാവ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ വൃത്തിയോടുകൂടി ജീവിക്കുക എന്നുള്ളത് കൂടാതെ എന്തൊക്കെ ഉപായങ്ങളാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നോക്കാം നമുക്ക്. സ്വച്ഛ് ഓർ പൗഷ്ടിക് ഭോജൻ ഖാന, എന്താണ് ക്ലീൻ ആയിട്ടുള്ള, അതുപോലെ തന്നെ പൗഷ്ടിക് എന്ന് വെച്ചാൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ഒരുപാട് ന്യൂട്രീഷൻ ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. സാഫ് പാനി പീന, നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം കുടിക്കുക. സാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള. റോസ് വ്യായാം കർണ, എന്നും എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. സമയ പർ സോന ഓർ ജാഗ്ന, എന്താ കറക്റ്റ് ടൈമിന് സോന ഉറങ്ങുക, അതുപോലെ തന്നെ കറക്റ്റ് സമയത്തിന് എഴുന്നേക്കുക എന്നുള്ളത്. ഫിക്സ്ഡ് ആയിട്ട് ഉറങ്ങാൻ എഴുന്നേക്കാനൊക്കെ ഉള്ള ഒരു ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹരേ ഭരേ ഓർ സ്വച്ഛ് വാതാവരൺ മേ രഹന, എന്താണ് പച്ചപ്പും ഹരിതാഭയും ഒക്കെ ഉള്ള ക്ലീൻ ആയിട്ടുള്ള വാതാവരൺ മേ രഹന എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, അങ്ങനത്തെ ചുറ്റുപാടിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? മാനിലെ മാവ്ലിനോങ് ഗാവ് മേ പര്യടക് ആത്തെ ഹെ വഹാ സൂചന പട്ട് ഹെ വ ക്യാസാ ഹോഗ. അപ്പം നിങ്ങളോട് മാനിലെ എന്ന് വെച്ചാൽ അസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഒന്ന് സങ്കല്പിക്കുക, എന്താണ് മാവ്ലിനോങ്ങില് എന്താണ് പര്യടകര് വരികയാണ്. ആ സമയത്ത് അവിടെ സൂചന പട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടീസ് ബോർഡ് ഉണ്ട്. ആ നോട്ടീസ് ബോർഡ് എങ്ങനെയായിരിക്കും അത് എഴുതാനാണ് പറയുന്നത്. അപ്പം മാവ്ലിനോങ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഒരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ഏഷ്യ കാ സബ്സെ സാഫ് സുത്ര ഗാവ് എന്നും എഴുതിയിട്ടുണ്ട്. ഏഷ്യയിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഗ്രാമം എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ധ്യാൻ ദേ, ധ്യാൻ ദേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിന്റെ താഴെ നമുക്ക് കുറച്ച് പോയിന്റ്സ് ചേർക്കാം. അതാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ധ്യാൻ ദേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ എഴുതേണ്ടത്? അവിടെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എഴുതി ചേർക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ കൃപ്യ കച്ചറ ഇധർ ഉധർ ന ഫേക്കെ, ഡസ്റ്റ്ബിൻ കാഹി ഇസ്തേമാൽ കരെ. കൃപയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് എന്നുള്ള അർത്ഥമാണ്. അപ്പം ഇവിടെ എന്താണ് കച്ചറ വേസ്റ്റ്, ഇധർ ഉധർ ന ഫേക്കെ, അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയരുത്. ഡസ്റ്റ്ബിൻ കാഹി ഇസ്തേമാൽ കരെ, ഇസ്തേമാൽ കരണം എന്ന് വെച്ചാൽ ഉപയോഗിക്കുക. അപ്പൊ ഡസ്റ്റ്ബിൻ ഉപയോഗിക്കുക, വേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയാതിരിക്കുക എന്നുള്ളതാണ്. ഗാവ് മേ പ്ലാസ്റ്റിക് കാ പ്രयोग പൂരി തര വർജിത് ഹെ. വർജിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഹിബിറ്റഡ് എന്നുള്ള അർത്ഥമാണ്, അതായത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് മുഴുവനായിട്ടും നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്.
पेड़ पौधों को ना തോടെ പ്രകൃതി को सुरक्षित रखने में सहयोग दें. അതായത് ചെടികളും മരങ്ങളും ഒന്നും നശിപ്പിക്കരുത്, ഒടിച്ചൊന്നും കളയരുത്. ചില ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വെറുതെ ഈ ചെടിയൊക്കെ ഒടിച്ചു കളയും. അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രകൃതി को सुरक्षित रखने में सहयोग दें. അതായത് പ്രകൃതിയെ സുരക്ഷിതമായി വെക്കുന്നതിൽ പങ്കാളികളാകാനാണ് പറയുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. സഹयोग देना എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാവാനായിട്ടാണ് പറയുന്നത്. इस गांव की स्वच्छता बनाए रखना हम सभी की जिम्मेदारी है. ഈ ഒരു ഗ്രാമത്തിലെ എന്താണ് സ്വച്ഛത ബനായി രഖ്ന, ഈ ഗ്രാമത്തിലെ സ്വച്ഛത എന്ന് വെച്ച് കഴിഞ്ഞാല് ശുചിത്വം എന്താണ് ബനായി രഖ്ന, അത് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഹം സബി കി ജിമ്മേദാരി ഹെ, നമ്മളുടെ എല്ലാവരുടെയും എന്താണ് ഉത്തരവാദിത്വമാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. पुनर्चक्रण से प्रकृति का बोझ कम हो जाता है. चर्चा करके पुनर्चक्रण की सूची तैयार करें. പുനർചക്രം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ റീസൈക്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം റീസൈക്ലിംഗ് കൊണ്ട് നമുക്ക് പ്രകൃതിയിൽ ഉണ്ടാവുന്ന എന്താണ് ദോഷം കുറയ്ക്കാനായിട്ട് പറ്റുമല്ലോ. പ്രകൃതി കാ ബോജ് കം ഹോ ജാത്ത ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഭാരം കുറയ്ക്കാം എന്നാണ്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, മലിനീകരണം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ ചർച്ച കർക്കെ പുനർചക്രൻ കി സൂചി തയ്യാർ കറി, ചർച്ച ചെയ്തിട്ട് റീസൈക്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ടേബിൾ റെഡിയാക്കാനാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട് കൂടെ കച്ചറോ സേ ഖാദ് എന്ന്. ഖാദ് എന്ന് വെച്ചാൽ വളം എന്നുള്ള അർത്ഥമാണ്. അപ്പം വേസ്റ്റ് മെറ്റീരിയൽസ് എന്താണ് ഖാദ് വളം ഉണ്ടാക്കാം എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ കുറച്ചെണ്ണം കൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. കൂടെ കച്ചറേ സേ ബന്നെ വാലി വസ്തു, കൂടെ കച്ചറോ സെ ഖാദ്, ഇത് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ്. അടുത്തതായിട്ട് ഇസ്തേമാൽ കിയേ ഗയേ പ്ലാസ്റ്റിക്സ്, ഉപയോഗിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിൽ നിന്ന് എന്താണ് ഉണ്ടാക്കാൻ പറ്റുക? കുർസി, ബാൽട്ടി, ഖിലോനെ. കുർസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയർ, ബാൽട്ടി എന്ന് പറഞ്ഞാൽ ബക്കറ്റ്, ഖിലോനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്സ് ആണ്, കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പുറാനി കാഗസ്, പഴയ കാഗസ് എന്ന് വെച്ചാൽ പേപ്പർ, അത് വെച്ചിട്ട് നയാ കാഗസ് ഉണ്ടാക്കാം, ലിഫാഫ ഉണ്ടാക്കാം. അതായത് നയാ കാഗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പേപ്പർ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ലിഫാഫ എന്ന് വെച്ചാൽ എൻവെലപ്പ്, എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ വേണ്ടിയിട്ട് എൻവെലപ്പ് നമ്മൾ യൂസ് ചെയ്യും. പോസ്റ്റലായിട്ട് എന്തെങ്കിലുമൊക്കെ അയക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് എൻവെലപ്സ് യൂസ് ചെയ്യില്ല, അതിനെയാണ് ലിഫാഫ എന്ന് പറയുന്നത്. ടൂട്ടെ കാൻസ്, കാഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പീസസിനെയാണ് പറയുന്നത്. അപ്പം പൊട്ടിയ ഗ്ലാസ് പീസസ് കൊണ്ട് എന്തുണ്ടാക്കാൻ വേണ്ടി പറ്റും? നൈ കാഞ്ച് കി ബോത്തിലെ, എന്താണ് പുതിയ ഗ്ലാസിന്റെ ബോട്ടിൽസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പുറാനി കപ്പിടോസെ, പഴയ ക്ലോത്ത്സിൽ നിന്ന് ഡ്രസ്സിൽ നിന്ന് എന്താണ് പോച്ച, പോച്ച എന്ന് വെച്ച് കഴിഞ്ഞാല് തറയൊക്കെ തുടയ്ക്കാനായിട്ട് അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് സാധനങ്ങൾ വാങ്ങി കൂട്ടിയിട്ട് പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ അതിനെ റീസൈക്കിൾ ചെയ്യാം അല്ലെങ്കിൽ റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സാർത്ഥക് വാക്യ ബനായി. അപ്പൊ ഇവിടെ എന്താണ് 3 സെന്റൻസ് ഇങ്ങനെ ക്ലംഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, കൂട്ടിക്കട്ട കുത്തിരിക്കുകയാണല്ലേ, അതിനെ അർത്ഥവത്തായ രീതിയിൽ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സെന്റൻസിന് നമുക്ക് എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുക? സാഫ് സഫായി ഹമാര ദായിത്വ ഹെ എന്നാക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എഴുതിയിട്ടുണ്ട് സാഫ് സഫായി ഹമാര ദായിത്വ ഹെ. സെക്കൻഡ് സെന്റൻസ് സ്വച്ഛ നഹി രഹേംഗെ തോ സ്വസ്ഥ നഹി ഹോംഗെ എന്നുള്ളതാണ്. അതായത് ക്ലീൻ ആയിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അടുത്തത് തൻ ഹോ യാ മൻ സഫായി ജറൂരി ഹെ. അതായത് തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം, മൻ എന്ന് വെച്ചാൽ മനസ്സ്. ശരീരമായാലും മനസ്സായാലും അത് ശുചിത്വത്തോടു കൂടി വെക്കേണ്ടത്, ശുചിയായിട്ട് വെക്കേണ്ടത് വളരെ ജറൂരി എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നാര ഗീത് കോ ആകെ ബഡായി. നാര എന്ന് വെച്ച് കഴിഞ്ഞാൽ മുദ്രാവാക്യം എന്നുള്ള അർത്ഥമാണ്. അപ്പം ഈ ഒരു പാട്ട് ഇവിടെ 4 വരി കൊടുത്തിട്ടുണ്ട്, അതില് 4 വരിയും കൂടിയും ചേർക്കാനാണ് പറയുന്നത്. സ്വച്ഛ രഹോ തും സ്വസ്ഥ ബനോ പ്രകൃതി കോത്തും അപ്നാലോ. അതായത് ക്ലീൻ ആയിട്ട് നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? നിങ്ങൾ സ്വസ്ഥ ബനോ, നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കും. പ്രകൃതി കോത്തും അപ്നാലോ, അതായത് പ്രകൃതിയെ
നമ്മളുടെ തന്നെ സ്വന്തമായിട്ട് കരുതുക, ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അപ്നാന എന്ന് വെച്ച് കഴിഞ്ഞാല്. ഹരിയാലി ക ഗീത് രച്ചോ തും. ഹരിയാലി എന്ന് വെച്ചാൽ പച്ചപ്പ്, ഗീത് രചന എന്ന് വെച്ച് കഴിഞ്ഞാല് പാട്ട് എഴുതുക, ഗാനം എഴുതുക എന്നുള്ള അർത്ഥമാണ് ഗീതം എഴുതുക എന്നുള്ളത്. അപ്പം പച്ചപ്പിന്റെ ആ ഒരു ഗീതം നിങ്ങൾ എഴുതും എന്നാണ് പറയുന്നത്. ശുദ്ധ ഹവാക്കോ അപ്നാലോ, ശുദ്ധമായിട്ടുള്ള ആ ഹവ കാറ്റിനെ സ്വന്തമാക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിൽ ആഡ് ചെയ്യേണ്ട ഒരു 4 ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കച്ചറ കബി ഇധർ ന ഫേക്കോ, അതായത് ഇവിടെ വേസ്റ്റ് വലിച്ചെറിയരുത്. ഡസ്റ്റ്ബിൻ കാഹി സാത്ത് ലോ, ഡസ്റ്റ്ബിൻ എപ്പോഴും ഉപയോഗിക്കണം. ഹർ ഘർ ഹർ ഗലി ഹോ സാഫ്, അതായത് ഓരോ വീടും ഓരോ ഗലിയും എപ്പോഴും സാഫായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കണം. യ പ്രൺ ആജ് ഉഠാലോ എന്നുള്ളതാണ്. പ്രൺ ഉഠാന എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുക, എന്താണ്, ഞാൻ ഒരിക്കലും വേസ്റ്റ് എവിടെയും വലിച്ചെറിയില്ല, ഡസ്റ്റ്ബിൻ എപ്പോഴും യൂസ് ചെയ്യും, എല്ലാ വീടും ഓരോ വീടിന്റെ പരിസരവും ഒക്കെ വൃത്തിയായിട്ട് വെക്കും എന്നുള്ള ആ ഒരു പ്രതിജ്ഞ ഇന്ന് എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ചേർത്ത 4 വരികളിൽ അങ്ങനെയാണ് പറയുന്നത്. സന്ദേശ് വാക്യ ജോഡ്കർ പരിസ്ഥിതി സംരക്ഷൺ പർ പോസ്റ്റർ യാ ഡിജിറ്റൽ പോസ്റ്റർ ബനായെ എന്നാണ് ലാസ്റ്റ് ആക്ടിവിറ്റിയിൽ പറയുന്നത്. അതായത് ഒരു പോസ്റ്റർ എന്തിനെ കുറിച്ചിട്ടാണ്, പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ചിട്ടുള്ള പോസ്റ്ററാണ് ഉണ്ടാക്കേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതിയിട്ട് ആ പോസ്റ്റർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ പോസ്റ്റർ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. അപ്പം അതിൽ പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ചിട്ടുള്ള വാക്യങ്ങൾ ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പിക്ചർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടും ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിൽ ഇതുപോലെ ടൈറ്റിൽ, ഒരു ഔട്ട്ലൈൻ, പോസ്റ്റർ എഴുതാൻ വേണ്ടി പറയുമ്പോൾ എപ്പോഴും ഒരു ഔട്ട്ലൈൻ നിങ്ങൾ കൊടുത്തിരിക്കണം. എന്നിട്ട് ക്വസ്റ്റ്യനിൽ എന്തിനെ കുറിച്ചിട്ടാണോ ആ പോസ്റ്റർ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ആ കാര്യം ഹെഡിങ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വാക്യങ്ങൾ, ഒരു സന്ദേശങ്ങൾ അതിൽ ചേർക്കുക. അങ്ങനെയാണ് നിങ്ങൾ എഴുതുമ്പോൾ പോസ്റ്റർ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ പോസ്റ്റർ ആക്കിയിട്ടുള്ളതാണ്. അപ്പൊ സ്വച്ഛ് ഗാവ് സ്വസ്ഥ ജീവൻ എന്നുള്ളതാണ് അതിന്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ക്ലീൻ ആയിട്ടുള്ള ഗ്രാമം എന്നതിന്റെ അർത്ഥം എന്താണ്, സ്വസ്ഥ ജീവൻ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്, അസുഖങ്ങളില്ലാത്ത ഒരു ജീവിതം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ പിക്ചേഴ്സ് ഉണ്ട് അല്ലെ, ഒരു ഗ്രാമം ഉണ്ട്, അവിടെ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമുണ്ട്, അതിൽ താറാവും മറ്റൊക്കെ നീന്തുന്നുണ്ട്, പിന്നെ മരം നടുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഫാമിലി. അതുപോലെ തന്നെ അതിന്റെ ചുറ്റും ആളുകൾ ക്ലീൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടുത്തെ ബിൻസ് ഒക്കെ നോക്കൂ, എല്ലാം പല പല കളറിലാണ്. പല പല വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല പല തരത്തിലുള്ള ബിന്നുകൾ ഉപയോഗിക്കുക. അപ്പം എന്നിട്ട് അതിൽ സന്ദേശമായിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്, ഹമാര ഗാവ് ഹമാരി ജിമ്മേദാരി, നമ്മളുടെ ഗ്രാമം എന്ന് പറയുന്നത് നമ്മുടെ ജിമ്മേദാരിയാണ്, ഉത്തരവാദിത്വമാണ്. കൂടെ കച്ചറേ ക സഹി നിപ്ടാൻ കരെ, അതായത് വേസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. വേസ്റ്റുകൾ എന്ത് തരം വേസ്റ്റ് ആണെന്നുള്ളത് തരം തിരിച്ചിട്ട് അതിനെ മാറ്റിയിടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജൽ ഓർ ഊർജ കി ബച്ചത് കരെ, ജലവും അതുപോലെ തന്നെ ഊർജവും ബച്ചത് കർണ എന്ന് വെച്ചാൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പേട് ലഗായി ഹരിയാലി ബടായി, മരങ്ങൾ നടു, പച്ചപ്പ് കൂട്ടു എന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗം കം കരെ, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കൂ. ഇത്രയും സന്ദേശമാണ് ഈ പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഡിജിറ്റൽ പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം. അതല്ല, വരയ്ക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് എഴുതി അല്ലെങ്കിൽ സ്വന്തമായിട്ട് അങ്ങനെ ഉണ്ടാക്കാം, ഡിജിറ്റൽ ആയിട്ട് അല്ലാതെ. ഓക്കെ, അപ്പോ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.